ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ രാവിലെ കഴുങ്ങിൻ്റെ ചുവട്ടിലൊക്കെ പൊതടാൻ വേണ്ടിയിട്ട്, നിങ്ങളവിടെ എന്താ പറയുകയെന്നറിയില്ല, ഞങ്ങളിവിടെ പൊതടുക എന്നാണ് പറയുക. തണുപ്പിന് വേണ്ടി ഇടൂലേ, അങ്ങനെ ഇടണതിന്. അപ്പോൾ പൊതടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ കഴുങ്ങിൻ്റെ ചൂട് ഇങ്ങനെ മാന്തി കൊടുക്കും. 4 പുറം വട്ടിട്ട് മാന്തി കൊടുക്കും. കാരണം എന്നറിയോ, പണിക്കാരൻ വന്നിട്ട് മഴക്കാലത്ത് എന്താ കാട്ടിക്കുന്നത്, അത് അങ്ങനെ കൂട്ടി കൊടുത്തിക്കുക, കൂന പോലെ ആക്കിക്കുക. അപ്പോൾ അത് കാരണം വെള്ളം നനയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴുകി പോകത്ത് കഴുങ്ങിൻ്റെ ചൂട്ടിൽ നിൽക്കണില്ല. അപ്പോൾ കഴുങ്ങിൻ്റെ ചൂട്ടിലത്തെ ആ മണ്ണൊക്കെ അങ്ങനെ 4 പുറത്തെ വട്ടത്തിലാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വളം ഇടുക, പിന്നെ ചപ്പുകളൊക്കെ കൊടുന്നിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പട്ടൊക്കെ ഇടും, കഴുങ്ങും പട്ടയൊക്കെ ഇട്ടിട്ടെടുക്കും. അങ്ങനെ ഞാൻ കളക്കിയിരുന്നു കേട്ടോ. കളക്കണ സമയത്ത് കഴുങ്ങിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കളക്കണ സമയത്ത് ഒരു തല കണ്ടു. അപ്പം എൻ്റെ വിചാരം ചേമ്പാന്നാണ്. അപ്പം ചേമ്പൊന്നും ഏതായാലും പറിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്താ ചേന കേട്ടോ. മണ്ണിളക്കുമ്പോൾ ഒരു ചേന കാണുന്നു. ചേന വെച്ചാലും പോട്ടെ, അതെന്താണെന്നറിയും, ചേന പിന്നെ കഴുങ്ങിൻ്റെ മുരട്ടിൻ്റെ ചുവട്ടിൽ വേരിൻ്റെ ഉള്ളിലാണ് പകുതി അങ്ങനെ നിൽക്കണത്. കുറേ നേരം കളച്ചിട്ടൊന്നും കിട്ടണില്ല. അപ്പോൾ ഞാനെന്ത് കട്ടിന്നാൽ കുഴിത്തി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഴിത്തി കൊണ്ട് പോയിട്ടോ. എന്നിട്ട് കുഴിത്തി എടുത്തിട്ട് വന്നിട്ട് കളച്ച് നോക്കുമ്പോൾ തൊട്ടടുത്ത് പിന്നെ മാന്തി നോക്കുമ്പോൾ എന്താ അത് പറിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് പിന്നെയും കാണുന്നു. അപ്പോൾ മറിച്ച് നോക്കുമ്പോൾ എന്താ ഇപ്പുറത്ത് ഒരു കുഴിയിൽ 2 ചേന ഉണ്ടായിക്കണത്. എന്നിട്ട് ആ ചേന എങ്ങനെയൊക്കെ എന്താണ് ഇളക്കി എടുത്തു. ആദ്യത്തെ ചേന വേരിൻ്റെ ഉള്ളിലത്തെ, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ചേന അതിനെക്കാട്ടിലും വലുതായിരുന്നു കേട്ടോ, നല്ല വലുപ്പമുണ്ട്. അത് പറിച്ചാലൊന്നും കിട്ടണില്ല, എന്തു ചെയ്താലും കിട്ടില്ല. ഒരു വാഴക്കുഴിൻ്റെ അത്ര പോകുന്നൊരു കുഴി ഉണ്ടാക്കി കൈക്കോട്ടിട്ടും ഒക്കെ മാന്തി നോക്കി കുറേ ഇട്ടിക്ക്. എന്നിട്ടും അത് ഇളകണ് കാണാനില്ല. അതാണ് നല്ല ഒരു കുഴിയിലാണ് ഇപ്പോൾ ഈ 2 ചേന ഉണ്ടായിരിക്കുന്നത്. അതിനെക്കാട്ടിലും വലിപ്പമുണ്ട് രണ്ടാമത്തെ ചേന. പിന്നെ നിറയെ കുട്ടികളും ഉണ്ടായിരിക്കണം. അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ട് പിന്നെ എന്നിട്ടാണ് ഇപ്പോൾ അത് ഈ കഴുങ്ങിൻ്റെ വേരിൻ്റെ ഉള്ളിലായ കാരണം കിട്ടണില്ലേ. 1 മണിക്കൂർ നിന്ന് പണിയെടുത്തിക്കണം, എന്നിട്ടാണ് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത്. ഏതായാലും കണ്ടില്ലേ, കണ്ട സ്ഥിതിക്ക് ഇനി അത് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് പറിച്ചിട്ട് തന്നെ ഉള്ളൂ, ബാക്കി കാര്യമൊന്നും വിചാരിച്ചിട്ടൊന്ന് പറിക്കാൻ നിന്നു. അപ്പോൾ ഞാനെന്താ പറയുക, വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ സ്റ്റാൻഡ് കൊണ്ടുപോയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോകേണ്ട വിചാരിച്ചിട്ട് ഞാൻ കൈയും കൊണ്ടാണ് എടുക്കണത് കേട്ടോ. ഒരു കയ്യിൽ മൊബൈലും ഒരു കൈയിട്ട് ഇങ്ങനെ എടുക്കും ചെയ്യണം. അതാണ് വീഡിയോ ഇളകണം കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ നമ്മളെ ചേന ഉണ്ടല്ലോ, പറിച്ചിട്ട് കിട്ടണില്ല. കുഴിത്തി നോക്കിയിട്ടും ഒക്കെ കിട്ടും. എത്ര ചെയ്തിട്ടും കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് അത്രയും വലിയ ചേന ഇരുന്നേ. പറിച്ച് നോക്കുമ്പോഴാണ് അറിയണത് വലിയൊരു ചേന. അത് പിന്നെ കഴുങ്ങിൻ്റെ കുഴിയിലും കൂടി ആയപ്പോൾ അത് അടിയിൽ കണ്ട് പോയിരിക്കണം. എന്തായാലും ഒന്ന് പറിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ പറഞ്ഞിട്ട് തന്നെ. അങ്ങനെ കുറേ നേരം പണിയെടുത്തു. ഇത്രയും കളച്ചിട്ടും അത് കിട്ടണില്ല. അപ്പം എന്ത് ചെയ്ത്, ഇനി വെള്ളം കൊടുന്ന് ഒഴിച്ചോക്കട്ടെ പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ കളച്ചു നോക്കി. അപ്പോഴും മൂപ്പരാൾ ഇളകണില്ല കേട്ടോ. അത്ര ഇടങ്ങറായി ഇന്ന് ചേന പറിക്കാൻ. ലാസ്റ്റ് കുഴി കൊത്തിട്ട് പിന്നെയും മാന്തി. അപ്പോൾ മണ്ണ് കുതിർന്നപ്പോൾ മൂപ്പരിളകാൻ തുടങ്ങി. അങ്ങനെ ഇന്നത്തെ എൻ്റെ ചേന പറിച്ചു ഞാൻ. എന്തായാലും ഒരു കുഴിയിൽ 2 ചേന. എങ്ങനെ ഇപ്പോൾ ഒരു കുഴിയിൽ 2 ചേന ഉണ്ടായെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുഴിച്ചിട്ട ഓർമ്മയില്ല. എന്തായാലും ചേന പറിച്ചു. രണ്ടും കൂടി ഒരു 8 കിലോ ഉണ്ടാവും, അത്ര വലിപ്പമുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ചേന അത്ര കണ്ട് വലിപ്പം തോന്നിക്കണില്ല കേട്ടോ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട്. മറ്റു വലുത് ഒരു കൈയിട്ടൊന്നും പോകില്ല. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുന്ന കഴുകിയിട്ട് കാലൊന്നും പറഞ്ഞിട്ട് കഴുകിയതാണ് പൈപ്പിൻ്റെ ചൂട്ടുന്ന്. അപ്പം ഇനി ആ കുട്ടികളൊക്കെ എന്തെന്നറിയാം, ചേനക്കുട്ടികളൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിടണം, അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിടും. ഇതെന്തായാലും കറി വെക്കാനോ കിലോ കൊടുക്കുകയോ ചെയ്യാം. അങ്ങനെ ഒരു കുഴിയിൽ നിന്ന് 2 ചേന കിട്ടി. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.